ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, കൂടാതെ നമ്മുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ KM മലവി, അതുപോലെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയായ നമ്മുടെ യാസർ അറഫാത്ത്, സംസ്ഥാന ട്രഷറർ അഷ്റഫ് പെരുമ്പാവൂര്, കൂടാതെ ഇവിടെയുള്ള സംസ്ഥാന നേതാക്കന്മാരെ, പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ ജില്ലയിൽ ഇന്ന് വെച്ചിരിക്കുന്ന നേതൃപഠന ക്യാമ്പാണ് ഇത്. ഏറ്റവും നല്ല നമ്മുടെ ഈ മേഖലയിൽ, ഈ തൊഴിൽ മേഖലയിൽ നമുക്ക് കുറേ അറിവുകൾ നേടാൻ പറ്റിയ ഒരു വേദി തന്നെയാണ്. നമ്മളെല്ലാവരും വിചാരിക്കും ഇപ്പോൾ നമ്മളെല്ലാവരും വിദ്യാഭ്യാസത്തിൽ നല്ല മുന്നിലാണ്, അതുപോലെ നമുക്ക് അറിവുകളെല്ലാം നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് എന്നെല്ലാം പല ആളുകളുടെ മനസ്സിലും ഉണ്ടാവും. എങ്കിലും ദിനം പ്രതി ഓരോ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ നമുക്ക് ഒരുപാട് അറിവുകൾ നേടുവാനുണ്ട്. നമുക്ക് എത്ര പ്രായമായാലും അറിവുകൾ നമുക്ക് കിട്ടുമ്പോൾ നമുക്കതൊരു വലിയൊരു നേട്ടം തന്നെയാണ്. അപ്പം ഇന്ന് നിങ്ങളിവിടെ കൂടിയിരിക്കുന്നത് എൻ്റെ പ്രസംഗം കേൾക്കാനല്ല. കാരണം നമ്മുടെ ഇവിടെയുള്ള ഈ ക്ലാസ് വളരെ നല്ല ക്ലാസ്സാണ്. ഫൈസൽ നല്ലൊരു ക്ലാസ്സാണ് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത നമ്മുടെ സംസ്ഥാന ട്രഷറിൻ്റെ ഒരു ക്ലാസ് ഉണ്ടാവും. അതുകൂടാതെ നമ്മുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ പ്രധാന അഡ്മിൻ യാസർ അറഫാത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ, ഈ മേഖലയിലുള്ള എല്ലാ കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് നമ്മുടെ ഈ തൊഴിൽ മേഖല എങ്ങനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. നമുക്കറിയാം, ഈ ഇന്ന് നമ്മളെ ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ പെടുന്ന പാട് ചില്ലറല്ല അല്ലേ. ഇപ്പം യുദ്ധം നടന്നപ്പോൾ നമുക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രയാസങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് ഇല്ലേ. എല്ലാവരോടും ചോദിക്കുന്നതിന് ഞാൻ പ്രസംഗം പറയാനല്ല കേട്ടോ. നമ്മൾ ഈ യുദ്ധവുമായി ഇപ്പോൾ യുദ്ധത്തിൽ ഒരുപാട് വിദേശത്ത് നിന്നുള്ള പ്രവാസികൾ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നുണ്ട്. പല ആളുകളും ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വന്നവർക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത സ്ഥിതി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഉള്ള കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തൊഴിൽ മേഖല എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ, ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ, ഒരു പ്രിൻ്റർ, നമുക്കുള്ള ചിലവാണ്. ഒരു ഷോപ്പ് വേണം, അതിനൊരു സ്റ്റാഫിന് വേണം, അതിന് വാടക, അതിൻ്റെ ഈ സാധനങ്ങളുടെ മെയിൻ്റെനൻസ്, ഇതെല്ലാം കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് അത്യാവശ്യം വരുമാനം വേണ്ടേ. അതിൻ്റെതും നമുക്ക് കുടുംബം ജീവിക്കാൻ, മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് വളരെയധികം പ്രയാസമുണ്ട്. ഈ സമയത്ത് ആണ് ഇങ്ങനെയുള്ള പല അറിവുകളും നേടേണ്ടത്. ഏതായാലും ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അതുകൂടാതെ നമ്മുടെ സംഘടനയുടെ ഓരോ മേഖലാ കൺവെൻഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ 2 കൺവെൻഷൻ നടന്നു, തിരൂരും വൈലത്തൂരും. ഇനി നമുക്ക് പല സ്ഥലത്തും നടക്കുവാനുണ്ട്. അതുപോലെ നമ്മൾ ജില്ലാ കൺവെൻഷൻ നടത്തുവാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഗംഭീര ഒരു സമ്മേളനമായിരുന്നു. അവിടെയുള്ള ആളുകൾ ഇങ്ങനെ ഒരു ഇതെന്താ എന്നുള്ളത് വ്യക്തമായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി. കാരണം റോഡുകളിലെല്ലാം തോരണവും കൊടികളും പ്രകടനവും ഭയങ്കര പരിപാടിയായിരുന്നു. ഇഷ്ടം പോലെ ആളുകളുണ്ടായിരുന്നു. അപ്പം അതുപോലെ നമുക്കും നമ്മുടെ ജില്ലയിൽ നല്ല രീതിയിലുള്ള ഒരു കൺവെൻഷൻ നടത്തേണ്ടതുണ്ട്. പിന്നെ അതുകൂടാതെ ഈ വരുന്ന മെയ് 10 വണ്ടിപ്പെരിയാർ, ഇടുക്കി വണ്ടിപ്പെരിയാറിൽ വെച്ചിട്ടാണ് സംസ്ഥാന കൺവെൻഷൻ. അപ്പോൾ നമുക്ക് എല്ലാവരും വരണം കേട്ടോ. ഞാൻ നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നു. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ നമ്മളെ കാലാവസ്ഥൻ്റെ ഇതിനനുസരിച്ച് നമ്മൾ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും അവിടെ സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തുന്നുണ്ട്. വരുന്ന ആളുകളുടെ കൃത്യമായ കണക്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള എല്ലാ ഇതും നിങ്ങൾക്ക് ചെയ്യും. അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ സംഘടന കൊണ്ട് നമുക്ക് എന്തൊക്കെല്ലാം നേടിയെടുക്കാം, എന്തെല്ലാം നേട്ടങ്ങളുണ്ട് എന്നുള്ളത് ആ കൺവെൻഷനിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ മനസ്സിലാവും. അത് നമ്മുടെ അവിടുത്തെ MLA, അവിടുത്തെ MP ആണ് അത് കൺവെൻഷൻ്റെ ഉദ്ഘാടനം. ഡീൻ കുര്യാക്കോസ് അല്ലേ, അദ്ദേഹമാണ് ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പം അതിന് നിങ്ങളെല്ലാവരും ഞാൻ ക്ഷണിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.